തനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഗാർലിക് ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ അപ്പത്തിന്റെ കൂടെയും അതുപോലെ തന്നെ ഗീ റൈസും ഫ്രൈഡ് റൈസിന്റെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഗാർലിക് ചിക്കൻ. അപ്പൊ ഇതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഗാർലിക് ചിക്കൻ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയിലേക്ക് ഞാനൊരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടെങ്കിൽ ഗാർലിക് പൗഡറൊക്കെ ചേർത്തിട്ടുണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി അരച്ചെടുത്തത്. അപ്പോൾ വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അത്രയും തന്നെ 1 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് സോയാ സോസ്. ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് അതനുസരിച്ച് പാകത്തിന് ഉപ്പ് ചേർത്താൽ മതിയാകും. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലോട് കൂടിയ കഷ്ണങ്ങളാണ് എടുക്കുന്നത്. ഗ്രേവി ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഈ കറി റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്കിത് മസാല ഇങ്ങനെ പുരട്ടി വെക്കാം. ഇതിങ്ങനെ പുരട്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കണമെങ്കിൽ രാത്രി ഇങ്ങനെ പുരട്ടിയിട്ട് ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഇതെല്ലാം പിടിച്ചിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രം മതി, ഒരുപാട് വേവണ്ട. ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഗാർലിക് ചിക്കൻ അപ്പത്തിന്റെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിന്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. രണ്ട് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെളുത്തുള്ളി ആവശ്യമുണ്ട്. വെളുത്തുള്ളി ഒന്ന് നന്നാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഒരു ട്രിപ്പ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഉണ്ടോ, ഒരുപാട് ഫ്രൈ ആയിട്ടില്ല, എന്നാൽ ഒരു മീഡിയം ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അടുത്ത ട്രിപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു വലിയ സവാള, ഒരു മീഡിയം ടു വലിയ സൈസ് ഒരു സവാള ഉണ്ടെങ്കിൽ ആ സവാള ചെറിയ കുനുകുനാ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ സവാള ചേർക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സവാള എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു എന്നേ ഉള്ളൂ. നമ്മൾ പെട്ടെന്നൊക്കെ ചിലപ്പോൾ ഗാർലിക് ചിക്കനൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ എപ്പോഴും സ്പ്രിംഗ് ഓനിയൻ ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടണമെന്നില്ലല്ലോ ചിലപ്പോൾ. അതുകൊണ്ട് നമുക്ക് അതിന് പകരം സവാള ചേർക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ആവുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം. ഒരുപാട് കുറച്ചൊന്നും വെക്കണ്ട, പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ട് ഇനി നമുക്കിത് ഗ്രേവിയിൽ ഇട്ടൊന്നുകൂടി ഒന്ന് വേവിക്കണമല്ലോ. ഇത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വെന്ത് വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഗാർലിക് ചിക്കൻ്റെ ആ ഒരു കൂട്ട്. സോയാ സോസും വെളുത്തുള്ളിയൊക്കെ കൂടുതലായിട്ടുള്ള സ്മെല്ല് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണിത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചെല്ലാം ഇട്ട് കൊടുക്കുക. 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ട്രിപ്പും ഫ്രൈ ആയിട്ടുണ്ട്.
തീ ഓഫ് ചെയ്യാം. അതുകൂടി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇനി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്തില്ലേ, ആ ഓയിലിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഓയില്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവും. വെളുത്തുള്ളി ചേർത്തിട്ട് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ചേർക്കാം. അതില്ലാത്തവർ ഒരു സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓനിയൻ ഇല്ലായിരുന്നു. അപ്പോൾ അതാ ഒരു സവാള ഞാൻ ചോപ്പറിൽ ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെങ്കിൽ അതാണ് കറക്റ്റ് ടേസ്റ്റ്. കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതാവാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ അതിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പൊ 3 എണ്ണം നെടുകെ കീറിയിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഉപ്പ്, സോയാ സോസ് നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഈ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട് സോയയിൽ ഓൾറെഡി ഉപ്പുള്ള സോയാ സോസിൽ കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ച് നോക്കി ശ്രദ്ധിച്ച് ചേർക്കണം. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊന്ന് വാടി വരട്ടെ. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, സവാള ഒന്ന് വാടി ഒന്ന് വന്നാൽ മാത്രം മതി. ഇപ്പം സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസ് കൂടി ഒഴിക്കുന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് സോയാ സോസാണ് ഇതിന്റെ മെയിൻ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ സോയയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അതിനനുസരിച്ച് കുറച്ചൊക്കെ ചേർത്താൽ മതി കേട്ടോ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും അവനവന്റെ ഒരു ഇഷ്ടത്തിനാണ് പ്രാധാന്യം. നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ചില ഇൻഗ്രീഡിയൻസ് ചില ആളുകൾക്ക് ഇഷ്ടാവില്ല, അപ്പൊ അതതിനനുസരിച്ച് കുറച്ച് ചേർക്കാം. അപ്പോൾ സോയ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കണം. സോയ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ, ഒരു 2 മിനിറ്റ്. ഈ സവാളയുടെയൊക്കെ കൂടെയൊക്കെ ഇടുന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മുടെ സോയക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയും വെളുത്തുള്ളിയും ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഗ്രേവി എല്ലാം ഈ ചിക്കനിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് അധികം ചേർക്കണമെന്നില്ല, ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളൂ. മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതും 1 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. യോജിപ്പിക്കാം. നമ്മുടെ കുരുമുളക് പൊടിയും സോസുകളും അതുപോലെ വെളുത്തുള്ളി എല്ലാം ഈ ചിക്കൻ കഷ്ണങ്ങളിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്നുകൂടി ഒന്ന് വേവണമല്ലോ. ഇപ്പൊ കുറച്ച് ഭാഗമല്ലേ ഫ്രൈ ആയപ്പോൾ ഒന്ന് വെന്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം വേവാനായിട്ട്.
അപ്പോൾ ഞാനൊരു നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട്, ഇതിപ്പോൾ ഒരു ഡ്രൈ ആയ പോലെ അല്ലേ, നമുക്കൊരു ചെറിയൊരു സെമി തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിടാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഒന്ന് അതിലൊന്ന് കിടന്നൊന്ന് വറ്റി വരണമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലൊന്ന് കൂടി ഒന്ന് വെന്ത് കറക്റ്റ് ആവണം. ഇപ്പം നമ്മുടെ ഗാർലിക് ചിക്കൻ്റെ കളറ് റെഡ് കളറൊന്നും അല്ല, ഈ ഒരു കളറാണ് സാധാരണ. നമുക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഓറഞ്ച് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സോസ് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു കളറ് മതി. പിന്നെ ഗ്രേവിയുടെ തിക്നെസ് ഇരിക്കും തോറും കുറച്ചൊന്നത് കുറുകും. കാര്യം കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. അതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. ആ ഒരു കറക്റ്റ് ഒരു പരുവത്തിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഈ ഒരു സോസിന്റെ പുളിയും അതുപോലെ ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും തീ കുറച്ചിടാം. എന്നിട്ടിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പാത്രം അടച്ചു വെക്കാം. അപ്പൊ പാത്രം അടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചേർക്കാൻ വിട്ടുപോയി. ഞാനൊരു ക്യാപ്സിക്കത്തിന്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് പാത്രം അടച്ച് ഒന്ന് വേവിക്കുന്നതിന് മുന്നേ മീതേക്ക് ഒന്ന് തൂവി കൊടുക്കാം. ഇത് നന്നായിട്ട് വേവണമെന്നൊന്നുമില്ല, ഒന്ന് വാടിയാൽ മാത്രം മതി നമ്മുടെ കറിയിലേക്ക്. അപ്പൊ അതുകൂടി ചേർത്തിട്ട് പാത്രം അടച്ചു വെക്കാം. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. കാര്യം ഇത് ഒന്ന് വെന്ത് വരുമ്പോൾ അത് വല്ലാണ്ട് തിക്കായിപ്പോവും. അപ്പൊ എനിക്ക് കുറച്ചൊരു സെമി ഗ്രേവി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പാത്രം അടച്ചു വെച്ച് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ പറയാം. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക്